അച്ഛനും അമ്മയും സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ തന്നെ പറഞ്ഞു തീർക്കുന്നത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ്. അതേ പ്രശ്നങ്ങൾ തന്നെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും അറിയിക്കുന്നത് സഹായത്തിന് വേണ്ടിയായിരിക്കും. പക്ഷേ ഇതേ പ്രശ്നങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ വഴി തീർക്കാൻ ശ്രമിക്കുന്നത് സാമ്പത്തിക ലാഭത്തിന് കൂടി വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണെങ്കിലും ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രണവിന്റെയും പ്രവീണിന്റെയും ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും സഹോദരനും കൂടി മൂത്ത ചേട്ടനായിട്ടുള്ള പ്രവീണെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു. 9 മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയെ വയറ്റത്ത് ചവിട്ടുന്നു. അതുപോലെ തന്നെ പ്രവീണെ കെട്ടിയിട്ട് ഇടിക്കാനായിട്ട് അച്ഛൻ പിടിച്ചു കൊടുക്കുന്നു. അനിയൻ തോളത്തും ചുണ്ടത്തും ഒക്കെ നല്ല രീതിയിൽ ഇടിക്കുന്നു. ശാരീരികമായിട്ടുള്ള ഗാർഹിക പീഡനം തന്നെയാണ് അന്ന് ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലീഗലി മൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് പ്രവീണും ഭാര്യയും വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് ഈ പറയുന്ന പ്രവീണിന്റെ ഭാര്യ പ്രസവിക്കുന്നത്, ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നത്. ആ ഒരു കുട്ടിയെ കാണാനായിട്ട് അച്ഛനും അമ്മയും സഹോദരനും ഈ പറയുന്ന ഹോസ്പിറ്റലിൽ എത്തുന്നു. പിന്നീട് ആ ഒരു കുട്ടിയെ കണ്ട് ഉമ്മ വെച്ചും എടുത്തും താലോലിച്ചൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുന്നു. ഇത് മുഴുവൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണെന്ന് ഈ പറയുന്ന പ്രവീണും ഭാര്യയും തന്നെ ഒരു വീഡിയോന്റെ രൂപത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ആ ഒരു ഫൈറ്റിന് ശേഷം ഇവർ സങ്കടപ്പെട്ട് നിൽക്കുന്നതും, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവീണിന്റെ ഭാര്യ അടിയേറ്റുകൊണ്ട് വേദനിച്ചിരിക്കുന്നതും, ഈ പറയുന്ന പ്രവീണിന്റെ ശരീരത്തിലുള്ള പാടും അങ്ങനെ എല്ലാനും ഇവർ ഹോസ്പിറ്റലിൽ പോയതിന്റെ റെക്കോർഡ്സും പ്രൂഫും കാര്യങ്ങളൊക്കെ കൂടി ചേർത്തുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 6.8 മില്യൺ വ്യൂസ് ആണ് ആ ഒരു വീഡിയോന് കിട്ടിയത്. അതുപോലെ തന്നെ ഈ പറയുന്ന അച്ഛനും അമ്മയും സഹോദരനായിട്ടുള്ള പ്രണവ് കൊച്ചും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോനും ഈ പറയുന്ന പോലെ തന്നെ 5.5 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് പ്രവീൺ അപ്ലോഡ് ചെയ്തൊരു വീഡിയോന് ഈ പറയുന്ന പോലെ ഒരു 5 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാമ്പത്തിക ലാഭം ഇവർക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവർ പറയുന്നത് ഇപ്പൊ ഈ ഒരു വീഡിയോസ് ഒക്കെ പ്രൈവറ്റ് ആക്കി മാറ്റിയതാണ്. പക്ഷെ വീഡിയോസ് പ്രൈവറ്റ് ആക്കിയാലും അതിൽ നിന്ന് കിട്ടേണ്ട ഏണിങ്സും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കിട്ടും. കാരണം യൂട്യൂബിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം, അതുവരെ കിട്ടിയ വ്യൂസും വാച്ച് അവറിനും അനുസരിച്ചിട്ടുള്ള ഏണിങ്സ് അവർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാകും. ഇപ്പൊ കിട്ടിയ ആ ഒരു വ്യൂസിനനുസരിച്ചുകൊണ്ട് 5 to 10 ലക്ഷം അത്രയും പൈസ എന്തായാലും അവരുടെ അക്കൗണ്ടിൽ ഇപ്പൊ വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം ഇപ്പൊ അവസാനിപ്പിച്ചിട്ടുണ്ട് അവര്. ആ വീഡിയോസ് ഒക്കെ യൂട്യൂബ് ചാനലുകളിൽ നിന്ന് മാറ്റുകയും ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടുകൊണ്ട് എന്റെ ഫാമിലി ഇപ്പൊ നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങുകയാണ്, നിങ്ങൾക്ക് അത്തരത്തിൽ പറയേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല, അതുപോലെ തന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രവീണെ ഈ പറയുന്ന ലീഗലി കുറെ അസോസിയേഷൻസും അതുപോലെ തന്നെ പോലീസിൽ നിന്നും കോണ്ടാക്ട് ചെയ്തതിൻ്റെ റെക്കോർഡ്സ് ഒക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. യാതൊരു പരാതിയും ലീഗലി മൂവ് ചെയ്യാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ലെന്നാണ് ഈ പറയുന്ന പ്രവീണും ഭാര്യയും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റിയാക്ഷൻ വീഡിയോ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എന്താണെന്നുള്ള കേസ് ഒന്നിച്ചിരുന്ന് പറയുന്ന ഒരു വീഡിയോ നമുക്ക് ഈ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു പ്രശ്നത്തിനോടനുബന്ധിച്ച് ഇളയ അനിയനായിട്ടുള്ള പ്രണവ് കൊച്ചു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോന് ശേഷം പല യൂട്യൂബ് ചാനലുകളും ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്യും. കാരണം ഈ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാനായിട്ട് ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ ചോദിച്ചറിയാനായിട്ട് ഒരുപാടധികം ഇന്റർവ്യൂസ് എടുക്കുന്ന യൂട്യൂബ് ചാനൽസ് ഇവരെ കോണ്ടാക്ട് ചെയ്യുകയും നല്ല രീതിയിൽ ക്യാഷ് വാങ്ങിച്ചിട്ട് ഒരു പെയ്ഡ് ഇന്റർവ്യൂ തന്നെ ഇവരെല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. ഒരു 50,000 തൊട്ട് 1 ലക്ഷം രൂപ വരെയും ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂവിന് വാങ്ങിക്കൊണ്ട് അവർക്ക് എത്ര ചാനലുകൾക്ക് ഇന്റർവ്യൂ തന്നെ കൊടുക്കാം. ഇവരുടെ ഇന്റർവ്യൂ ആയതുകൊണ്ട് ഇരുന്ന് കാണാനും ആളുകളുണ്ട്. കാരണം അത്യാവശ്യം റീച്ച് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഈ പറയുന്ന പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. ആ ചാനൽ വഴി ഒരുപാടധികം പേരാണ് ഇവരുടെ വീഡിയോസ് കാണുന്നത്. എല്ലാ വീഡിയോസിനും 10 ലക്ഷത്തിന് മുകളിലാണ് വ്യൂവർഷിപ്പ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സാമ്പത്തികം ഇവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായതിലൂടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, ഈ പറയുന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കുന്ന കേസ് ഈ പറയുന്ന പ്രവീൺ ഇട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അത് തന്നെയാണ് പറയുന്നത്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ അവിടെ എൻ്റെ അച്ഛനും അമ്മക്കും സഹോദരനും ഇപ്പോൾ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളെ കാണുമ്പോൾ മറ്റു ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം ഞങ്ങളാരുമല്ല, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് വന്നത് പ്രണവ് തന്നെയാണ്. പ്രണവിന് ശേഷം
പ്രവീൺ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പ്രവീൺ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാവരും ഒരു വീഡിയോന്റെ രൂപത്തിൽ തൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. അവിടെ വീട്ടിലുണ്ടായ കാര്യങ്ങളും അതുപോലെ തന്നെ തനിക്ക് അടിയേറ്റതും ഹോസ്പിറ്റലിൽ പോയതും തൻ്റെ ഭാര്യയ്ക്ക് അടിയേറ്റതും അതുപോലെ തന്നെ ഈ കുട്ടിയെ കാണാനായിട്ട് വന്ന് അവർ അഭിനയിച്ചിട്ട് പോയതും എല്ലാം തന്നെ പ്രവീൺ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞത്. ഇത്രയും വ്യൂവർഷിപ്പ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇങ്ങനെ വന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന റിവ്യൂവേഴ്സ് ഇതൊരു കോണ്ടന്റ് ആക്കി എടുത്ത് ചെയ്യും എന്നുള്ള മാനസിക ബുദ്ധി ഈ പറയുന്ന പ്രവീൺ ഉണ്ടായിരുന്നില്ലേ ഈ ഒരു കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്? തീർച്ചയായിട്ടും എല്ലാ റിയാക്ഷൻ ചെയ്യുന്ന യൂട്യൂബേഴ്സും ഈ പറയുന്ന പെർട്ടിക്കുലർ കണ്ടന്റ് എടുത്തുകൊണ്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ റിയാക്ഷൻ ചെയ്ത് അവരും ഉണ്ടാക്കും ഈ പറയുന്ന പോലെ പൈസ, നമ്മളൊക്കെ ഇപ്പൊ ചെയ്യുന്നത് പോലെ, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് വീട്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കാനായിട്ട് തയ്യാറായിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനായിട്ട്. അതിപ്പോൾ പ്രശ്നങ്ങളല്ല, സന്തോഷങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ കൂടെ നിൽക്കാറുണ്ട്. പ്രണവിൻ്റെയും പ്രവീണിൻ്റെ ഒപ്പം ഒരുപാടധികം വ്യൂവേഴ്സ്, ഒരുപാടധികം ഫാൻ പേജുകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാടധികം വ്യക്തികളുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല എതിർക്കാനും കൂടി ഉള്ളതാണ്. അത് ഇത്രയും നാൾ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോയ പ്രവീണും പ്രണവിനും അറിയാതെയാണോ ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തത്? അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു സാമ്പത്തിക ലാഭം ഇവർ കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മളും ഇതിനെപ്പറ്റി തന്നെയാണ് പറഞ്ഞത്. ക്യാഷിനും റീച്ചിനും വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രശ്നം പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് കയറി അനിയനും ചേട്ടനും ഒന്നിച്ചതിൻ്റെ വേറൊരു കാര്യം കൂടി ഉണ്ട്. കീർത്തന എന്ന് പറഞ്ഞൊരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൻ്റെ താഴെ ഒരു കമൻറ്റ് ബോക്സിൽ ഈ പറയുന്ന പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും അച്ഛൻ്റെ സഹോദരി വന്നൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിൽ കയറി തല്ലാനായിട്ട് ചേട്ടനും അനിയനും അച്ഛനും കൂടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് പോലീസിൽ പരാതി കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ കിട്ടിയത് എന്നുള്ള രീതിയിൽ. അതിനകത്ത് ആ അടിക്കാൻ വന്നതിൽ മുന്നിൽ നിന്നത് ഈ പറയുന്ന പ്രവീണായിരുന്നു. പ്രവീൺ നിങ്ങൾ കാണുന്ന ആളെയല്ല, സോഷ്യൽ മീഡിയയിൽ ഡാൻസ് കളിക്കുന്നതും വ്ലോഗ് എടുക്കുന്നതും ആയിട്ടുള്ള ആളെയല്ല. അവരുടെ നാട്ടിൽ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ള കേസ് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു പ്രശ്നം ആ ഒരു വീട്ടിലുണ്ടായിട്ട് ഇതുവരെയും ഈ പറയുന്ന പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും നാട്ടിൽ ആരും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. ഇവരുടെ അച്ഛൻ ഒരു ചായക്കടയിൽ പോയിരുന്നപ്പോൾ ആരോ ഇതിനെപ്പറ്റി ചോദിച്ച സമയത്താണ്, ഈ ഒരു വീഡിയോസ് കണ്ട ആരോ ഇതിനെപ്പറ്റി ചോദിച്ച സമയത്താണ് പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് വീട്ടിലുണ്ടായത് ഇതുമാത്രമല്ല വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായി, പക്ഷേ അത് പ്രൂവ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡഡ് പ്രൂഫ്സ് ഒന്നും ഇല്ല എന്ന്. ഈ പറയുന്ന അനിയനായിട്ടുള്ള കൊച്ചുവും പറഞ്ഞത് ഇത് തന്നെയാണ്. റെക്കോർഡഡ് പ്രൂഫ്സ് ഇല്ലാത്തത് കൊണ്ടാണ് പ്രവീൺ ഇത്തരത്തിൽ പറയുന്നത്. ഞങ്ങൾക്ക് ഇതിന് റിപ്ലൈ കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ റിപ്ലൈ കൊടുക്കണമെങ്കിൽ അതിന് റെക്കോർഡഡ് ആയിട്ടുള്ള പ്രൂഫ്സ് വേണം. അത് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പ്രശ്നം നടന്ന സമയത്ത് വീഡിയോസ് എടുത്തത് ഇവനും ഇവൻ്റെ ഭാര്യയും മാത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു എന്ന് പറയുന്ന അനിയനും ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരാഴ്ചയായിട്ട് ഈ കൊണ്ടാടിയ പ്രശ്നങ്ങളെല്ലാനും ഏറ്റവും അവസാനം പ്രണവിനും പ്രവീണിനും ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാഷിനും റീച്ചിനും വേണ്ടി ചെയ്തൊരു കാര്യം മാത്രമായിട്ടാണ് ഇപ്പോൾ അവസാനിച്ച് നിൽക്കുന്നത്. ഇനി ഇതിനെപ്പറ്റി ഒരു റിപ്ലൈ ഈ പറയുന്ന പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലാകൂ. അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇവരുടെ ചാനലിൽ അല്ലെങ്കിൽ മറ്റൊരു ഇൻ്റർവ്യൂ ചാനലിൽ ഇവരൊരു ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്